ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം വൃത്തം ഉപജാതി ശ്ലോകം 1. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയവ്രതസ്യ പ്രിയപുത്രബോധാത് ആഗ്നേധ്രരാജാതുദിതോ ഹി നാഭി ത്വാം ദൃഷ്ടവാനിഷ്ടതമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്യൈ കൃതയജ്ഞകർമ്മ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തില് ആദ്യത്തെ 6 അധ്യായം കൊണ്ട് വിവരിക്കുന്നതാണ് ഋഷഭദേവാവതാരം. അത് വളരെ ചുരുക്കി ഈ ഒരു ദശകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രിയവ്രതസ്യ, പ്രിയവ്രതന്റെ പ്രിയപുത്ര ഭൂതാത്, പ്രിയപുത്രനായിട്ട് ഭൂതാത് ജനിച്ച ആഗ്നേധ്രരാജാത്, ആഗ്നേധ്രൻ എന്ന രാജാത് രാജാവിൽ നിന്ന് ഉദിത ജനിച്ച നാഭി, നാഭിയാകട്ടെ. പ്രിയവ്രതന്റെ പുത്രനായ ആഗ്നേധ്രന്റെ പുത്രൻ നാഭി, ആ നാഭിയാകട്ടെ തവ ഏവ നിന്തിരുവടിയെ തന്നെ തുഷ്ട്യൈ പ്രീതിപ്പെടുത്താൻ വേണ്ടി, നിന്തിരുവടിയുടെ പ്രീതിക്കായിട്ട് കൃതയജ്ഞകർമ്മ, യജ്ഞകർമ്മം യാഗകർമ്മം, യാഗം കൃത അനുഷ്ഠിക്കുമ്പോൾ, യാഗം നടത്തുമ്പോൾ ഇഷ്ടിമധ്യേ, ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ യാഗമാണ്. ഇഷ്ടിമധ്യേ യാഗത്തിന്റെ ആ മധ്യത്തില്, യാഗത്തിനിടയിൽ ഇഷ്ടതം, ഇഷ്ടതം ഇഷ്ടപ്പെട്ടത്, അഭീഷ്ടം ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം നൽകുന്ന, അതാണ് ഇഷ്ടദം, ആ ഇഷ്ടത്തെ നൽകുന്ന ത്വാം നിന്തിരുവടിയെ ദൃഷ്ടവാൻ കണ്ടു. ഇവിടെ പ്രിയവ്രതന്റെ പുത്രൻ ആഗ്നേധ്രൻ, ആ രാജാവിന്റെ പുത്രൻ നാഭി. ഈ നാഭി വിഷ്ണുപ്രീതിക്കായിട്ട് യാഗം അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ യാഗം ചെയ്ത് കൊണ്ടിരിക്കുന്നതിന് സമയത്ത് വരങ്ങളെ നൽകുന്നവനായിട്ടുള്ള വരദനായ ആ ഭഗവാനെ കണ്ടു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.